ഹലോ കൂട്ടുകാരെ, മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു അധ്യായത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് ആൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് HSA ഫിസിക്കൽ സയൻസിൻ്റെ മൊഡ്യൂൾ 5 ഒരു ചെറിയ ടോപ്പിക്കുണ്ട്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് നമ്മുടെ എക്സാമിനേഷൻ, അറിയാലോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ചാനൽ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ദോസ് ആർ ഇൻട്രസ്റ്റഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ, നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, എന്താണ് സിമെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനുശേഷം എന്താണ് ഗ്ലാസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സിമെൻ്റ് ആണ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സിമെൻറ്റ് ഈസ് എ ഫൈൻലി ഗ്രൗണ്ട് ഗ്രേയിഷ് പൗഡർ ദാറ്റ് ഫോംസ് എ പേസ്റ്റ് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഹാർഡൻസ് ഓവർ ടൈം. അപ്പോൾ ഇതൊരു ഗ്രേ കളറാണ്. നമ്മളെല്ലാവരും സിമെൻറ്റ് കണ്ടിട്ടുള്ളതാണ്. വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൗഡറാണ്. അത് വെള്ളം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒരു പേസ്റ്റ് പോലെയാവും. എന്നിട്ട് ഓവർ ടൈം കൂടുന്നതനുസരിച്ച് ഹാർഡൻ ചെയ്യും. അപ്പോൾ ഇതൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് ഇൻ കൺസ്ട്രക്ഷൻ പർപ്പസിൽ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന വസ്തുവാണ് സിമെന്റ് എന്ന് പറയുന്നത്. ഇനി സിമെന്റിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. 1842 ജോസഫ് ആസ്പിഡിൻ ആണ് ഈ വസ്തു ആദ്യമായി പരിചയപ്പെടുത്തിയത്. ജോസഫ് ആസ്പിഡിൻ 1842 സിമെന്റ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1842 ജോസഫ് ആസ്പിഡിൻ ആണ്. ഇംഗ്ലണ്ടിലെ പോർട്ട്ലൻഡ് ഐലൻഡിൽ നിന്നും ഖനനം ചെയ്തെടുത്ത പ്രകൃതിദത്ത ചുണ്ണാമ്പ് കല്ലിനോട് സദൃശ്യമുള്ളതിനാൽ ഇതിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നും വിളിക്കുന്നു. അപ്പം സിമെന്റിനെ നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അല്ലെങ്കിൽ OPC എന്നാണ് കോമൺലി യൂസ് ചെയ്യുന്ന പദം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലുള്ള പോർട്ട്ലാൻഡ് ഐലൻഡിൽ നിന്നാണ് ഫസ്റ്റ് നമ്മളുടെ സിമെന്റ് നമ്മുടെ ജോസഫ് ആസ്പിഡിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ധാരാളമായി അടങ്ങിയിട്ടുള്ള വസ്തുക്കളും സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക, ഒപ്പം അലുമിനിയം, ഇരുമ്പ്, അയൺ, മഗ്നീഷ്യം എന്നിവയുടെ ഓക്സൈഡുകളും അടങ്ങിയ കളിമണ്ണും സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിമെന്റിൽ കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്, അലുമിനിയം ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഓക്സൈഡുകൾ സംയോജിപ്പിച്ചുണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് സിമെന്റ് എന്ന് പറയുന്നത്. ആ സിമെന്റിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ഒന്നാമത്തെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ്, അതായത് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന ടൈപ്പ് സിമെന്റ് ഉണ്ട്. അത് റെയിനി കണ്ടീഷൻസിലാണ് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് സിമെന്റ് ഉണ്ട്. നമ്മളുടെ ആഫ്റ്റർ ദി ബിൽഡിംഗ് പർപ്പസ് കഴിഞ്ഞ് നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കുമല്ലോ. ഡെക്കറേറ്റീവ് വർക്ക്സ് കണ്ടെയ്ൻസ് അയൺ ഫ്രീ റോ മെറ്റീരിയൽസ് ഉള്ള ആൾക്കാരാണ് വൈറ്റ് സിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ഉണ്ട്. മറൈൻ സ്ട്രക്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. എനിവേ, സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഇൻ കൺസ്ട്രക്ഷൻ പർപ്പസിൽ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വസ്തുവാണ് സിമെന്റ് എന്ന് പറയുന്നത്. ഇനി പോർട്ട്ലാൻഡ് സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ ശരാശരി അളവ് നമ്മൾക്ക് വരുന്നുണ്ട് റോ മെറ്റീരിയൽസ് പഠിക്കുമ്പോഴേക്കും. ഇതാ നോക്കാം. റോ മെറ്റീരിയൽസ് ഇൻ സിമെന്റിലുള്ള റോ മെറ്റീരിയൽസ് നോക്ക്. ലൈംസ്റ്റോൺ ആണ് ഒന്നാമത്തെ റോ മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ലൈം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ലൈമിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈംസ്റ്റോൺ ആണ്. പിന്നെ ക്ലേ ആണ് രണ്ടാമത്തെ റോ മെറ്റീരിയൽ. അത് നമുക്ക് സിലിക്കയിൽ നിന്നും സിലിക്ക മീൻസ് SiO2, അലുമിനിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡിൽ നിന്നൊക്കെ നമുക്ക് കളിമണ്ണ് കിട്ടും. പിന്നെ ജിപ്സം ആണ് മൂന്നാമത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാൽസ്യം സൾഫേറ്റ് 2H2O ആണ് ജിപ്സം. അത് നമുക്ക് സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്യണേ, ജിപ്സം സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 റോ മെറ്റീരിയൽസ് ഓഫ് സിമെന്റ്: ലൈംസ്റ്റോൺ, ക്ലേ, ജിപ്സം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോമ്പോസിഷൻ നോക്കാം. നമ്മുടെ പോർട്ട്ലാൻഡ് സിമെന്റിലുള്ള കോമ്പോസിഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, അതായത് 3 മോളിക്യൂൾസ് ഓഫ് കാൽസ്യം ഓക്സൈഡ് SiO2 എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതാക്കി മീൻസ് അബ്രിവേറ്റ് ചെയ്ത് C3S എന്ന് പറയും. അതൊരു 50 to 60% ആയിരിക്കും. നമ്മുടെ CaO നമ്മുടെ ലൈമാണ് സംഭവം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡൈകാൽസ്യം സിലിക്കേറ്റ് ഉണ്ട്, അതായത് 2CaO.SiO2, അതൊരു 15 to 30% ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രൈകാൽസ്യം അലുമിനേറ്റ് ഉണ്ട്, അതൊരു 5 to 10% ഉണ്ട്. ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ് ഉണ്ട്, അതൊരു 6 to 10%. ഇതാണ് നമ്മളുടെ പോർട്ട്ലാൻഡ് സിമെന്റിന്റെ അപ്രോക്സിമേറ്റ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കൂടാതെ ആരൊക്കെയുണ്ട്? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, പിന്നെ അയൺ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരു 1 to 2% സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ട്, 1 to 2% തന്നെ അയൺ ഓക്സൈഡ് ഉണ്ട്, പിന്നെ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് 2 to 3% ഉണ്ട്. ഇനി നല്ല ഗുണനിലവാരമുള്ള സിമെന്റിൽ സിലിക്കയും അലുമിനിയം തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2.5നും 4നും ഇടയ്ക്കും, ലൈമും സിലിക്കൺ, അലുമിനിയം, അയൺ ഇവയുടെ ആകെയുള്ള ഓക്സൈഡുകളും തമ്മിലുള്ള അനുപാതം ഏകദേശം 2-നും ഇനി ചുണ്ണാമ്പ് കല്ലും കളിമണ്ണുമാണ് സിമെന്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. നമ്മൾ പറഞ്ഞു ചുണ്ണാമ്പ് കല്ലെന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് ആണ്. അതുപോലെ തന്നെ ക്ലേ ഒരു രണ്ടാമത്തെ റോ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ജിപ്സം, അതും നമ്മൾ പറഞ്ഞു. ഇനി കളിമണ്ണും ലൈമും മിശ്രണം ചെയ്ത് ശക്തമായി ചൂടാക്കുമ്പോൾ അവ ഉരുകി പരസ്പരം പ്രവർത്തിച്ചാണ് സിമന്റ് ക്ലിങ്കർ ഉണ്ടാവുന്നത്. സിമന്റ് ക്ലിങ്കർ ദാണ്ട് ഇവിടെ നാം പറഞ്ഞിട്ടുണ്ട്, ക്ലിങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ഫൈൻ സിമന്റ് പൗഡറാണ് ഈ ക്ലിങ്കർ എന്ന് പറയുന്നത്. ക്ലിങ്കറും ജിപ്സവും കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് സിമന്റ് പൗഡർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കളിമണ്ണും ലൈമും മിശ്രണം ചെയ്ത് ശക്തമായി ചൂടാക്കുമ്പോൾ അവ ഉരുകി പരസ്പരം പ്രവർത്തിച്ചിട്ടാണ് ഈ സിമന്റ് ക്ലിങ്കർ ഉണ്ടാവുന്നത്. ഈ ക്ലിങ്കർ 2 to 3% ഭാരം ജിപ്സവുമായിട്ട് കൂട്ടിക്കലർത്തിയാണ് നമ്മുടെ ഫൈൻ സിമന്റ് പൗഡർ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കാം. ഡ്രൈ ഓർ വെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതിനകത്ത് ആദ്യം നമ്മൾ ക്രഷ് ചെയ്യും ആൻഡ് മിക്സിംഗ് ആണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ പറയുന്ന റോ മെറ്റീരിയൽസ്, നമുക്കറിയാം റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ ആണ് ഒരു റോ മെറ്റീരിയൽ. അതുപോലെ തന്നെ ജിപ്സം ഉണ്ട് വേറൊരു റോ മെറ്റീരിയൽ. അതല്ലാതെ വേറൊരു റോ മെറ്റീരിയൽ ആണ് ക്ലേ. അതിനകത്ത് കാൽസ്യം കാർബണേറ്റും ക്ലേയും കൂടി നമ്മൾ ക്രഷ് ചെയ്ത് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ ബേൺ ചെയ്യും. ഒരു റോട്ടറി കില്ലിനാണ് ബേൺ ചെയ്യുന്നത്. അത് 1400 to 1500 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ ബേൺ ചെയ്യുക. അപ്പോഴായിരിക്കും ഒരു ഹാർഡായിട്ടുള്ള ഒരു നോഡുലാർ മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മുടെ ക്ലിങ്കർ ഉണ്ടാവുന്നത്. ആ ക്ലിങ്കർ 2 to 3% ഭാരമുള്ള ജിപ്സവുമായി ജിപ്സവും 2 മുതൽ 3% വരെ ഭാരം ജിപ്സവുമായി കൂട്ടിക്കലർത്തിയിട്ടാണ് നമ്മുടെ സിമെന്റ് പൗഡർ ഉണ്ടാക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ട കെമിക്കൽ റിയാക്ഷൻസ് ഡ്യൂറിങ് സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ്. അതപ്പോൾ നമുക്ക് ഈ സെറ്റിംഗ് ടൈമും ഹാർഡനിങ് ടൈമിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. മെയിൻലി ഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ജലവുമായി കൂട്ടിക്കലർത്തുമ്പോൾ സിമെന്റിന് സെറ്റിംഗ് നടന്ന് കട്ടി കൂടിയ പദാർത്ഥം ഉണ്ടാവുന്നു. ഘടക തന്മാത്രകളുടെ ജലസംയോജനവും പുനഃക്രമീകരണവുമാണ് ഇതിന് കാരണം. നന്നായി കട്ടിയാകത്തക്ക വിധത്തിൽ സിമന്റ് സെറ്റാകാനുള്ള സമയം ദീർഘിപ്പിക്കുക എന്നതാണ് ജിപ്സത്തിന്റെ ധർമ്മം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന സംയുക്തം ഏത്? ഓപ്ഷൻ ഇതായിരുന്നു: എ മഗ്നീഷ്യം സൾഫേറ്റ്, ബി കാൽസ്യം ഓക്സൈഡ്, സി കാൽസ്യം കാർബണേറ്റ്, ഡി ജിപ്സം. ഏതാണ്? ജിപ്സമാണ് കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജലവുമായി കൂട്ടിക്കലർത്തുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ C3S, അത് ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. അത് വാട്ടറുമായിട്ട് ചേർന്നിട്ട് CSH ജെല്ല് പോലൊരു ഫോം ഉണ്ടാവും. എന്നിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡും ആ സമയത്ത് ഹീറ്റും ജനറേറ്റ് ആവും. ഈ CSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ആണ്. ഇതാണ് ആക്ച്വലി നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലിനൊക്കെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു കട്ടി കൊടുക്കുന്നത്. സ്ട്രെങ്ത് മീൻസ് ആ ഒരു ഉറപ്പ് നൽകുന്നത്. സെറ്റിംഗ് വേഴ്സസ് ഹാർഡനിങ് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. സെറ്റിംഗ് എന്ന് പറയുമ്പോൾ സിമെന്റ് പേസ്റ്റ് സ്റ്റിഫൻ ചെയ്യുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റ് ഒരു മിനിമം 30 മിനിറ്റ്സ് വേണം നമ്മുടെ സെറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് തുടങ്ങാൻ. ഹാർഡനിങ് എന്ന് പറയുമ്പോൾ അത് ലോങ് ടൈം സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ആണ്. അത് ഡേയ്സ് ടു വീക്സ്. നമുക്കറിയാം ആഫ്റ്റർ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ദിവസം ഹൈഡ്രേഷൻ വെള്ളം ഒഴിച്ച് നമ്മളത് ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമല്ലേ. അതാണ് ലോങ് ടൈം സ്ട്രെങ്ത് ഡെവലപ്മെന്റ്. എത്രത്തോളം നമ്മൾ അങ്ങനെ ചെയ്യുന്നു അത് മാത്രം ആ ഒരു ബിൽഡിങ്ങിന്റെ ഉറപ്പുണ്ടാവും. ഇനി നമ്മളുടെ ഈ ഒരു ഇതിനകത്ത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്നുകൂടെ നോക്കുവാണ്. ജിപ്സത്തിന്റെ റോൾ എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സിമെന്റിന്റെ സെറ്റിംഗ് ടൈം റെഗുലേറ്റ് ചെയ്യുന്നതാണ് ജിപ്സം. ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് .2H2O ആണ്. 2 വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ട് ജിപ്സത്തിന്റെ. ജിപ്സം എന്ന് പറയുന്നത്
CaSO4.2H2O ആണ് ജിപ്സം എന്ന് പറയുന്നത്. ഈ ജിപ്സത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലേ POP ഉണ്ടാക്കുന്നത്. POP എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് .12H2O ആണ് POP എന്ന് പറയുന്നത്. അപ്പോൾ POP എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് .12H2O, ജിപ്സം എന്ന് പറയുന്നത് 2H2Oയുമാണ്. ഈ ജിപ്സമാണ് സെറ്റിംഗ് ടൈം ഓഫ് ദി സിമെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കാം. ഈ സിമെന്റിന്റെ ഫൈൻനെസ് അഫക്ട്സ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പം നമുക്ക് ഈ സിമെന്റ് നല്ല പൊടിയായിട്ട് വരുന്നതിന് കാരണം റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ അഫക്റ്റ് ആവും. പിന്നെ സൗണ്ട്നെസ്, എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്. കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, ടെസ്റ്റഡ് ആഫ്റ്റർ 28 days. 28 daysന് ശേഷം കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, എക്സോതെർമിക്, ഇമ്പോർട്ടൻറ്റ് ഇൻ ലാർജ് ഡാം ഒക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇതൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ്. നോക്കി ഈ യൂസസ് ഓഫ് സിമെന്റ് നോക്കി ഈ കൺസ്ട്രക്ഷൻ എന്ത് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ബേസിക്കലി ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് ഇവയൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സിമെന്റ് വേണം. പിന്നെ പ്ലാസ്റ്ററിങ്, മേഷനറി ഇതിനൊക്കെ നമുക്ക് സിമെന്റ് വേണം. പിന്നെ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമെന്റ് വേണം. പിന്നെ പ്രീകാസ്റ്റ് സ്ട്രക്ചേഴ്സ് നമുക്കറിയാം നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും സിമെന്റ് വേണം. അപ്പം ഇരുമ്പും ഉരുക്കും കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രധാന അവശ്യ വസ്തുവാണ് സിമെന്റ് എന്ന് പറയുന്നത്. പാലങ്ങൾ, അണക്കെട്ടുകൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് കോൺക്രീറ്റ്, ബലപ്പെടുത്തിയ കോൺക്രീറ്റ്, പ്ലാസ്റ്ററിങ് എന്നിവയ്ക്ക് സിമെന്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് സിമെന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇനി സിമെന്റ് ഇൻഡസ്ട്രിയിൽ സിമെന്റ് ഇൻഡസ്ട്രി ഈസ് എ മേജർ സോഴ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ. കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിമെന്റ് ഇൻഡസ്ട്രിയാണ്. ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എക്കോ ഫ്രണ്ട്ലി സിമെന്റ് യൂസ് ചെയ്യാം. യൂസ് ഓഫ് ഫ്ലൈ ആഷസ്, ലാഗ് ഇതൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ക്വിസ് പോയിന്റ് ആയിട്ട് നിൽക്കുമ്പോൾ സിമെന്റും വാട്ടറും കൂടെ ചേരുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ സിമെന്റ് നമുക്ക് ഈ കോൺക്രീറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് പോളിമറൈസേഷൻ അല്ല, ഇവിടെ ആക്ച്വലി നടക്കുന്നത് ഹൈഡ്രേഷൻ ആണ്. പിന്നെ സിമെന്റ് ഈസ് ആൽക്കലൈൻ. സിമെന്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ മീഡിയത്തിലാണ്, അതായത് pH എന്ന് പറയുന്നത് 12 ആണ്. സിമെന്റിന്റെ pH 12 ആണ്. ഇനി ക്ലിങ്കർ എന്ന് പറയുന്നത്, വോട്ട് ഈസ് ക്ലിങ്കർ അല്ലെങ്കിൽ റൊട്ടേറ്റഡ് കിൽൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ക്ലിങ്കർ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇവിടുത്തെ സ്ട്രെങ്ത് പ്രൊവൈഡർ എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡും സിലിക്കയും കൂടെ ചേർന്നിട്ടുള്ള ആ മിക്സ്ചറാണ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫോർമുലാസ് ഒന്നുകൂടെ പറയാം. C3S എന്ന് പറയുന്നത് 3CaOSiO2, C2S എന്ന് പറയുന്നത് 2CaOSiO2 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. C3A എന്ന് പറയുമ്പോൾ 3CaOAl2O3, C4AF എന്ന് പറയുമ്പോൾ 4CaOAl2O3.Fe2O3 ആണ് നമ്മുടെ ഡിഫറെൻറ്റ് ഫോർമുലാസ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്ത് സിമെന്റിനെ കുറിച്ച്. ഇനി ഇവിടുത്തെ C3S അല്ലെങ്കിൽ കാൽസ്യം സിലിക്കാറ്റ് ആണ് ഇയർലി സ്ട്രെങ്ത് നൽകുന്നത്, വൈൽ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ് ലേറ്റർ സ്ട്രെങ്ത് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ക്വിസ് ടിപ്പായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണ് സിമെന്റ് കണ്ടുപിടിച്ചത് എവിടെ? ഇംഗ്ലണ്ടിലാണ്. രണ്ടാമത്തെ ചോദ്യം സിമെന്റ് കണ്ടുപിടിച്ചത് ഏത് വർഷത്തിലാണ്? 1842 മൂന്നാമത്തെ ചോദ്യം സിമെന്റ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ആസ്പിഡിനാണ് സിമെന്റ് കണ്ടുപിടിച്ചത്. നാലാമത്തെ ചോദ്യം സിമെന്റിലുള്ള മുഖ്യ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, മുഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആണ് കാൽസ്യം ഓക്സൈഡിന് പ്രൊവൈഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്ലേ ആണ്. ക്ലേക്കകത്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, സിലിക്ക ഉണ്ട്, കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇനി മൂന്നാമത്തത് നമ്മുടെ ജിപ്സമാണ്. ജിപ്സത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ സെറ്റിംഗ് ടൈം ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രസൻസ് ഓഫ് ജിപ്സം ആണ്, ദ എമൗണ്ട് ഓഫ് ജിപ്സം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലാസിനെ പറ്റിയാണ്. ഗ്ലാസ് ടാർഗറ്റ് HSI ഫിസിക്കൽ സയൻസ് A to Z കൺസെപ്റ്റ് ബ്രേക്ക്ഡൗൺ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഗ്ലാസ് എന്താണെന്ന് നോക്കാം. ഗ്ലാസ് ഈസ് എൻ അമോർഫസ് സോളിഡ്. ഇതൊരു അമോർഫസ് സോളിഡ് ആണ്, നോൺ ക്രിസ്റ്റലൈൻ ആണ്, നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അമോർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റലൈൻ അല്ല എങ്കിൽ നമുക്ക് അമോർഫസ് എന്ന് പറയാം. അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു മെൽറ്റിംഗ് പോയിന്റ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഇനി ഇറ്റ് അപ്പിയേഴ്സ് ആസ് ട്രാൻസ്പെറൻറ്റ് ഓർ ട്രാൻസ്ലൂസൻറ്റ്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് നമുക്കിപ്പോൾ നമ്മുടെ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ പച്ച കളറിലെ പച്ചപ്പുണ്ടെങ്കിൽ പച്ചപ്പ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നീല കളറിലെ ഷീറ്റ് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ നീല കളർ കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്. അല്ലെങ്കിൽ ഇത് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന ട്രാൻസ്ലൂസൻറ്റ് എന്നാ. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഗ്ലാസ്, ഒരു പ്ലെയിൻ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ സംഭവം എന്ന് ഇപ്പുറത്ത് നോക്കാൻ പറ്റും, അത് ട്രാൻസ്പെറൻറ്റ് ആണ്. ഇനി ഗ്ലാസ് എന്ന് പറയുന്നത് ടെക്നിക്കലി
എ സൂപ്പർ കൂൾ ലിക്വിഡാണ്. ലിക്വിഡിനെ പിന്നെയും നമ്മൾ കൂൾ ചെയ്ത് ഒരു ഏകദേശം സോളിഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഗ്ലാസിനെ പറയാം. ഫോംഡ് ബൈ റാപ്പിഡ് കൂളിംഗ് ഓഫ് മോൾട്ടൺ സിലിക്കേറ്റ്സ്. മോൾട്ടൺ സിലിക്കേറ്റ്സിൻ്റെ റാപ്പിഡ് കൂളിംഗ് വഴിയാണ് ഗ്ലാസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ്, മിക്സ്ചർ ഓഫ് സിലിക്കേറ്റ് ആണ് നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഗ്ലാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സിലിക്കേറ്റ്സ്, സിലിക്കേറ്റ്സുകളുടെ മിക്സ്ചറാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ്, പോയിന്റ് നോട്ട് ചെയ്യണേ. രണ്ടാമത്തെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് നമ്മൾ ഗ്ലാസിനെ പറയുന്ന മറ്റൊരു ടേം. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയാറുണ്ട് ഗ്ലാസിനെ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് അല്ലെങ്കിൽ HF, അതാണ് ഗ്ലാസുകളെ ലയിപ്പിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഓപ്ഷൻ എ H2SO4, ഓപ്ഷൻ ബി HNO3, ഓപ്ഷൻ സി HF, ഓപ്ഷൻ ഡി H2CrO4. HSC ഫിസിക്കൽ സയൻസ് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ആൻസർ HF അല്ലെങ്കിൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഗ്ലാസിന്റെ കാഠിന്യം കൂട്ടുവാനായി ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പേരാണ് ബൊറാക്സ്. നമ്മൾ ഓൾറെഡി ബൊറാക്സ് ക്ലാസ് നമ്മുടെ P ബ്ലോക്ക് എലമെന്റ്സ് ചെയ്തപ്പോൾ ബൊറാക്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സോ ഈ ഗ്ലാസിന്റെ കാഠിന്യം കൂട്ടുവാനായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബൊറാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൊറാക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് മെറ്റീരിയൽ ആണ്. അത് നമ്മുടെ ഗ്ലാസിന്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ബൊറാക്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഗ്ലാസിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നോക്കാം. ബ്രിട്ടിലാണ്, താഴെ വീണ പൊട്ടിപ്പോവും, ഹാർഡാണ്, സംഭവിച്ചിട്ട് ഹാർഡാണ്. പിന്നെ അത് ഗുഡ് ഇൻസുലേറ്റർ ആണ്, ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഒന്നും കടത്തിവിടത്തില്ല. കെമിക്കലി ഇനേർട്ടാണ്, മോസ്റ്റ് റിയേജൻസുമായിട്ട് കെമിക്കലി ഇനേർട്ടാണ്. ഗ്ലാസിനെ ഉരുക്കുന്ന ഒരു ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഒരു പ്രത്യേക സ്ട്രക്ചർ ഇല്ല, നമുക്ക് ഏത് സ്ട്രക്ചറിലേക്ക് വേണമെങ്കിലും ഇതിനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ലാക്സ് ലോങ് റേഞ്ച് ഓർഡർ ഇല്ല, ഷോർട്ട് റേഞ്ച്, പലയിടത്ത് കൂടി പലയിടത്ത് കുറഞ്ഞ്, അങ്ങനെ പൊങ്ങി തിക്നെസ് കൂടി തിക്നെസ് കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമായിരിക്കും. പിന്നെ ബ്രേക്ക് ഓൺ ടോയിലി കർവ്ഡ് ഫ്രാക്ചർ പാറ്റേൺ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടും. ഇനി റോ മെറ്റീരിയൽസ് ഓഫ് ഗ്ലാസിന്റെ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇതിനകത്തുള്ളത് സിലിക്കയാണ്. ഒന്നാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കയാണ്. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമ്മൾ പറഞ്ഞല്ലോ, സിലിക്കേറ്റ്സുകളുടെ ഒരു മിശ്രിതമാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കേറ്റ്സിന്റെ സ്ട്രക്ചറാണ് SiO2 എന്ന് പറയുന്ന ഫോർമുല. സിലിക്കയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് ഇവിടുത്തെ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതും സിലിക്കയാണ്. രണ്ടാമത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഡ ആഷ് ആണ്. അതാണ് മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നത്. സോഡ ആഷ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്, Na2CO3. ഇത് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കും. മൂന്നാമത്തെ റോ മെറ്റീരിയലാണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. അത് ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറ്റും. അതായത് നമ്മുടെ ലൈം സ്റ്റോൺ, നമ്മൾ നേരത്തെ സിമെന്റ് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു, അവിടെ കാൽസ്യം ഓക്സൈഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് നമ്മുടെ ലൈം സ്റ്റോൺ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കളർ, നമുക്കറിയാം മോസ്റ്റ്ലി നമ്മുടെ പഴയ പള്ളികളിലൊക്കെ പോയി കഴിയുമ്പോൾ, ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കാണാൻ പറ്റും ഇങ്ങനെ പലതരത്തിലുള്ള ഗ്ലാസ്സുകളൊക്കെ, പലതരത്തിലെ കളറുള്ള ഗ്ലാസ്സുകൾ കൊണ്ട് അവരുടെ വിൻഡോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അവിടെ അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിനെ തന്നെ കളറിങ് ഏജൻസി യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള കളേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ Fe2O3, കൊബാൾട്ട് ഓക്സൈഡ്, മാംഗനീസ് ഓക്സൈഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പല കളറിലുള്ള ഗ്ലാസ്സസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കോമൺ ടൈപ്പ് കാണപ്പെടുന്ന ഗ്ലാസ്സസ് നോക്കാം. നമ്മളുടെ വീട്ടിലുള്ള ബോട്ടില്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, പിന്നെ വിൻഡോ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലാസ്സിന് പറയുന്ന പേരാണ് സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡ ലൈം ഗ്ലാസ്സിനെ നമുക്ക് സാധാരണ ഗ്ലാസ് എന്ന്, അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ സാധാരണ ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സോഡ ലൈം ഗ്ലാസ് ആണ്. സാധാരണ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത് സോഡ ലൈം ഗ്ലാസിനെയാണ്. ഇത് കെമിസ്ട്രി ലാബിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ കുറേയധികം ലബോറട്ടറി അപ്പാരറ്റസ്, ഗ്ലാസ് വെയർ ഉണ്ടാവും അല്ലെ, ലാബ് വെയർ. ആ ഒരു ഗ്ലാസ്സിന് പറയുന്ന പേരാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇപ്പം നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ എല്ലാ
സൈറ്റുകളിൽ നോക്കിയാൽ നമുക്കറിയാം ചായ ഇടാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഗ്ലാസിൻ്റെ പാൻ അല്ല ഗ്ലാസിൻ്റെ സോസ് പാൻ പോലത്തെ സാധനങ്ങൾ, ഗ്ലാസ് വെയർ, കുക്ക് വെയർ ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്, ഒരു ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് പൈറക്സ് എന്ന് പറയുന്നത്, ശരിക്കും ഒരു ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അപ്പോൾ അത് ലാബ് വെയർ, കുക്ക് വെയർ ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അടുത്ത വേറൊരു ടൈപ്പ് ഗ്ലാസ് ആണ് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലാസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്, നമ്മുടെ ഫിസിക്സ് ലാബിലുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ കളേർഡ് ഗ്ലാസ് ഉണ്ട്, അതായത് നമ്മുടെ സ്റ്റെയിൻ ചെയ്ത ഗ്ലാസ്, ഡെക്കോർ പീസ് ആയിട്ടൊക്കെ വെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ വിൻഡോസിനൊക്കെ കളർ കൊടുത്തിട്ട് വിൻഡോസിലൊക്കെ ഉണ്ടാവുന്ന കളർ ഗ്ലാസ്, അതൊക്കെ സ്റ്റെയിൻഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഡെക്കോർ പീസ് ആയിട്ട് വെക്കുന്ന ഗ്ലാസ് ആണ് കളേർഡ് ഗ്ലാസ്. പിന്നെ ഉള്ളത് ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്, സേഫ്റ്റി ഗ്ലാസ്, കാർ വിൻഡോസിലൊക്കെയുള്ള സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ്. നമ്മുടെ ചില കടകൾ ഇപ്പം മോസ്റ്റ്ലി നമ്മുടെ എയർ കണ്ടീഷൻഡ് ഹൗസസിൽ, പിന്നെ അതുപോലെ എയർ കണ്ടീഷൻഡ് ഓഫീസസിലൊക്കെ ടെമ്പേർഡ് ഗ്ലാസ് കൊണ്ട് ഒരു ഇത് കൊടുക്കാറുണ്ടല്ലോ, ഒരു ഡിവൈഡർ ആയിട്ട് ഒരു ഡിവിഷൻ പോലെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ആ ഒരു ഗ്ലാസ് ആണ് ടെമ്പേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സോഡ ലൈം ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസിനെ നമുക്ക് സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ്, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജനൽ പാളികളിലൊക്കെയാണ് ഇത് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഗ്ലാസ് ആണ്, മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഹാർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഹാർഡ് ഗ്ലാസ് എന്ന് പറയുമ്പം നമ്മൾ സോഡിയം കാർബണേറ്റിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം കാർബണേറ്റ് K2CO3, അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് CaCO3 എല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് സിലിക്കൺ ഡയോക്സൈഡ് SiO2 ആണ് ഹാർഡ് ഗ്ലാസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഹാർഡ് ഗ്ലാസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ലാബ് വെയർ അല്ലെങ്കിൽ കുക്ക് വെയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഉള്ളത് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നതിനെ നമ്മൾ പൈറക്സ് ഗ്ലാസ് എന്ന് വിളിക്കും. ഈ പൈറക്സ് ഗ്ലാസ് എന്ന് പറയുന്ന വൺ ടൈപ്പ് ഓഫ് ഹാർഡ് ഗ്ലാസ് ആണ്. ഇനി എന്താണ് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസും പൈറക്സ് ഗ്ലാസും തമ്മിലുള്ള ബോറോസിലിക്കേറ്റ് ഗ്ലാസും ഹാർഡ് ഗ്ലാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാൽ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് ബോറോൺ ഓക്സൈഡ് ആണ്. അതായത് B2O3 എന്ന് പറയുന്ന ബോറോൺ ഓക്സൈഡ് ആണ് നമ്മുടെ പൈറക്സ് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. ഹാർഡ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നതോ പൊട്ടാസ്യം കാർബണേറ്റും കാൽസ്യം കാർബണേറ്റും സിലിക്കൺ ഡയോക്സൈഡും. അങ്ങനെയാണ് പൈറക്സ് ഗ്ലാസ്സിൽ ബോറോൺ ഓക്സൈഡും Al2O3 അലുമിനിയം ഓക്സൈഡും പിന്നെ അതുപോലെ തന്നെ SiO2 ഉപയോഗിക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെയുള്ളത് ഫ്ലിൻറ്റ് ഗ്ലാസ് ഉണ്ട്. ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് അല്ലെങ്കിൽ ലെഡ് ഗ്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലാസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രിസം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലെൻസുകൾ, പ്രിസം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തുള്ളത് SiO2 പിന്നെ അതുപോലെ തന്നെ K2CO3 പൊട്ടാസ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ ലെഡ് ഓക്സൈഡ് PbO ആണുള്ളത്. അപ്പോൾ ലെഡ് ഓക്സൈഡ് കാണുന്നത് ലെഡ് ഗ്ലാസ്സിൽ, ബോറോൺ ഓക്സൈഡ് കാണുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ. ഹാർഡ് ഗ്ലാസ്സിലാണെങ്കിൽ K2CO3, CaCO3, SiO2. ഇനി നമ്മുടെ സോഫ്റ്റ് ഗ്ലാസ്സിലാണെങ്കിലോ K2CO3ക്ക് പകരം Na2CO3 ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? സോഫ്റ്റ് ഗ്ലാസ്സിന് എന്തൊക്കെയാണുള്ളത്? Na2CO3, CaCO3, SiO2. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്ന എന്താണ് വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത്? എന്താണ് വാട്ടർ ഗ്ലാസ്? വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്ന ടൈപ്പ് ഗ്ലാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്ലാസ്. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്ലാസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഹാർഡ് ഗ്ലാസ്സിൽ K2CO3 ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പൊട്ടാഷ് ഗ്ലാസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. പൊട്ടാഷ് ഗ്ലാസ് എന്നും നമ്മൾ ഹാർഡ് ഗ്ലാസിനെ വിളിക്കാറുണ്ട്. പിന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് ഘടകമായ ഗ്ലാസ് നിർമ്മാണത്തിൽ ചേർക്കുന്നത് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ? ഹീറ്റ് റെസിസ്റ്റന്റ്. അപ്പം നമുക്കറിയാം ഇവിടെ ലാബ് വെയറിലും കുക്ക് വെയറിലും ഒക്കെ ഉള്ളത് B2O3 ആണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ബോറോൺ ഓക്സൈഡ് ആണ് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന കമ്പോണന്റ് ആണ് B2O3 എന്ന് പറയുന്നത്. ഇനി പൈറക്സ് ഗ്ലാസിന്റെ മറ്റൊരു പേരെന്ത്? പൈറക്സ് ഗ്ലാസിന്റെ മറ്റൊരു പേരാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്നുള്ളത്. ഇനി തെർമോമീറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ത് എന്ന് ചോദിച്ചാൽ, തെർമോമീറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ് അല്ലെങ്കിൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്.
മറ്റൊരു ചോദ്യം, ഇലക്ട്രിക് ബൾബ്, ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഇലക്ട്രിക് ബൾബ്, ലെൻസ്, പ്രിസം തുടങ്ങിയവ ഉപയോഗിക്കാനുള്ള ഗ്ലാസ് ആണ് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ എന്താണ്, ഫ്ലിന്റ് ഗ്ലാസ്. ലെഡ് ഗ്ലാസിന് തന്നെ മറ്റൊരു പേരാണ് ഫ്ലിന്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലിന്റ് ഗ്ലാസ് ആണ് ഇലക്ട്രിക് ബൾബ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ലെൻസ്, പ്രിസം ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ ബോട്ടുകൾ, ഹെൽമറ്റുകൾ എന്നിവയുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ്. വേറൊരു ടൈപ്പുള്ള ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ബോട്ടുകളുടെ ബോഡി അതുപോലെ ഹെൽമറ്റുകളുടെ ബോഡിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ടെമ്പേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലാസ് എവിടെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി ബുള്ളറ്റ് പ്രൂഫ് സ്ക്രീൻ, വിൻഡ് ഷീൽഡ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസും ഏതാണ്? സേഫ്റ്റി ഗ്ലാസ് ആണ്. ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡ്, വിൻഡ് ഷീൽഡ് തുടങ്ങിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും സേഫ്റ്റി ഗ്ലാസ് ആണ്. ഇനി വേറൊരു ടൈപ്പ് ഗ്ലാസ് ഉണ്ട്, നോക്കിക്കോണേ. അതാണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. ക്രൂക്സ് ഗ്ലാസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൂക്സ് ഗ്ലാസ് അതായത് സീരിയം ഓക്സൈഡ്, നമ്മളിപ്പോൾ ബോറോൺ ഓക്സൈഡ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സീരിയം ഓക്സൈഡ് ഉള്ള കണ്ടന്റ് ആയിട്ട് വരുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. പിന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ, ഈ ക്രൂക്സ് ഗ്ലാസിന്റെ പ്രത്യേകത, അത് മെയിനായിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ കണ്ണാടിയൊക്കെ വെക്കത്തില്ലേ, സ്പെക്സ് വെക്കില്ലേ, നമ്മുടെ പേരോട്ട് പോയി, ആ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്ലാസ് നിർമ്മാണത്തിൽ വ്യത്യസ്ത നിറങ്ങൾക്കായി ചേർക്കുന്നത് ഏത് മൂലകങ്ങളാണ് എന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന നമുക്കൊരു കളേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ഗ്ലാസ് ഡെക്കോർ പീസ് ആയിട്ടൊക്കെ ഉപയോഗിക്കത്തില്ലേ, ഇതിൽ നമ്മൾ ഏത് ബ്ലോക്ക് എലമെന്റ് ആണ് ഉപയോഗിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ് നമ്മൾ ശരിക്കും ഇതിനെ കളർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി തീവ്രമായ പ്രകാശം പതിക്കുമ്പോൾ ഇരുണ്ട നിറമാവുകയും പ്രകാശം കുറയുമ്പോൾ സുതാര്യമാവുകയും ചെയ്യുന്ന ഗ്ലാസുകളെ നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് വിളിക്കും. അതായത് ഫോട്ടോ സെൻസിറ്റീവ് മീൻസ് ലൈറ്റിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ച് കളർ മാറുന്ന ടൈപ്പ് ഗ്ലാസിനെ വിളിക്കുന്ന പേരാണ് പ്രകാശ സംവേദന ഗ്ലാസുകൾ. ഇതെല്ലാം ടൈപ്പ് ഓഫ് ഗ്ലാസ്സിൽ വരുന്ന കേട്ടോ. പ്രകാശ സംവേദന ഗ്ലാസുകൾ. അപ്പൊ ഇതാണ് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. SiO2 അല്ലെങ്കിൽ സിലിക്കയാണ് കേട്ടോ. ലെൻസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഏതുതരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലിന്റ് ഗ്ലാസ് ആണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് ഒന്ന് പോവാം. അപ്പം മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആദ്യമായിട്ട് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, നമ്മുടെ റോ മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ പൊട്ടാഷ് ഗ്ലാസ് ആണെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റും കാൽസ്യം കാർബണേറ്റും അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡും ആയിരിക്കും റോ മെറ്റീരിയൽ. അപ്പോൾ ഇപ്പോൾ ഏത് ഗ്ലാസ് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിനെ മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫർണസ് ആണ്. ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഹൈ ടെമ്പറേച്ചർ വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫർണസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മെൽറ്റ് ചെയ്യുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസിനെ ഉരുക്കാൻ നമ്മൾ 1400 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഗ്ലാസിനെ ഉരുക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ അല്ലെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. നമ്മളിവിടെ റോ മെറ്റീരിയൽസിനെ എല്ലാം കൂടി 1400 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം നമ്മൾ ബ്ലോയിങ്, മോൾഡിങ്, റോളിങ് തുടങ്ങിയ പലതരം പ്രോസസ്സുകൾ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് മെൽറ്റ് ചെയ്ത റോ മെറ്റീരിയൽസിനെ നമ്മൾ ഫോമിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെ കടത്തിവിടും. അതിനുശേഷം ഈ പ്രോസസ്സ് ചെയ്ത ഗ്ലാസിനെ നമ്മൾ സ്ലോ കൂളിങ്, അതായത് വളരെ സാവധാനത്തിലുള്ള കൂളിംഗ് പ്രോസസ്സിന് വിധേയമാക്കും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അന്നീലിംഗ് എന്ന് പറയുന്നത്. അന്നീലിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോ കൂളിംഗ് നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വല്ല ഇന്റേണൽ സ്ട്രെസ് പൊട്ടിപ്പോകലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അന്നീലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വിധേയമാക്കുന്നത്. ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? ഫിനിഷിങ്, കട്ടിങ്, പോളിഷിങ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഇതൊക്കെയാണ് ലാസ്റ്റ് ഫിനിഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം ബ്രീഫ്ലി നമുക്ക് പറയുവാണെങ്കിൽ മിക്സിങ്, മെൽറ്റിങ്, ഫോമിങ്, അന്നീലിംഗ് ആൻഡ് ഫിനിഷിംഗ്, ദീസ് ആർ ദ 5 സ്റ്റെപ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ഗ്ലാസ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കെമിക്കൽ നേച്ചർ ഓഫ് ഗ്ലാസ്. ഗ്ലാസിൻ്റെ കെമിക്കൽ നേച്ചർ എന്താണെന്നാണ്.
ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു SiO2ൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. സിലിക്കേറ്റ് നെറ്റ്വർക്കാണ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പൊട്ടാഷ് ഗ്ലാസ്സിനകത്ത് പൊട്ടാസ്യം, അതുപോലെ സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ നമ്മുടെ സോഡ ഗ്ലാസ്സിനകത്ത് സോഡിയം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഒരു സിലിക്കേറ്റ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സിലിക്കേറ്റ് നെറ്റ്വർക്കാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് ആസിഡ്സും ബേസുമായിട്ടൊന്നും ഇത് റിയാക്ട് ചെയ്യത്തില്ല, പക്ഷേ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് വെച്ച് ആസിഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും. ഈ യൂസ്ഡ് ഫോർ എച്ചിങ് ഗ്ലാസ്, അത് ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ആസിഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്ലാസ് അമോർഫസ് ആണ്, അതുപോലെ തന്നെ ഐസോട്രോപിക് ആണ്. അതായത് ഇതിന് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ അമോർഫസ് ആണ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സെയിം വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെയുള്ളതായിരിക്കാം. അമോർഫസ് എന്ന് പറയുമ്പം അത് ഒരു ക്രിസ്റ്റലൈൻ നേച്ചർ അല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് അമോർഫസ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് ടു വിസിബിൾ ലൈറ്റ് ആയിരിക്കും. പിന്നെ ഇത് റിഫ്രാക്റ്റീവ് അത് തന്നെ ഐസോട്രോപിക് പറഞ്ഞത് റിഫ്രാക്റ്റീവ് ആയിരിക്കും സംഭവം. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ, അതുകൊണ്ടാണ് ഇത് യൂസ്ഡ് ഇൻ ലെൻസസ് ആൻഡ് ഒപ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാൻ ബി കളർ ചെയ്യാൻ പറ്റും, ഒപ്പാക്ക് ആക്കാൻ പറ്റും, റീഇൻഫോഴ്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലതരത്തിൽ. പിന്നെ ഇത് തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ആണ്. ബോറോസിലിക്കേറ്റ്സിലൊക്കെ നമ്മൾ ചൂടാക്കിയാലും, അതായത് ടെമ്പറേച്ചർ എത്ര ഉയർത്തിയാലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സിലിക്കേറ്റ്സ് ആണ് ഗ്ലാസസിനെയാണ് ബോറോസിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ഗ്ലാസസ് ഉണ്ട്. ഇനി നമുക്ക് വളരെ ചുരുക്കി ഇതിൻ്റെ ഗ്ലാസസിൻ്റെ ഉപയോഗം നോക്കിയാൽ കൺസ്ട്രക്ഷൻ ഓഫ് വിൻഡോസ് ആൻഡ് പാനൽസിൻ്റെ വിൻഡോസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നു. പിന്നെ പാക്കേജിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ബോട്ടിൽ, ജാറ്, ഒപ്റ്റിക്സിൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഉപയോഗിക്കുന്നു. ലെൻസസ്, ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയതിന്. പിന്നെ ലബോറട്ടറിയിൽ ടെസ്റ്റ് ട്യൂബ്സ്, ബീക്കേഴ്സ്, അങ്ങനെ പലതരം റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, അങ്ങനെ ബോറോസിലിക്കേറ്റ് മെറ്റീരിയൽസ് കുറേ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിലാണെങ്കിൽ സ്ക്രീൻസ് ആയിട്ടും ഡിസ്പ്ലേ ഒക്കെ ആയിട്ടും ഒക്കെ നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതാണ് വൺ ഓഫ് ദി ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. നോൺ ബയോഡിഗ്രേഡബിൾ ആണ്, 100% റീസൈക്കിളബിൾ ആണ്. അതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം, നോ ലോസ് ഓഫ് ക്വാളിറ്റി, കുറയുന്നില്ല. റീസൈക്ലിംഗ് സേവ്സ് എനർജി ആൻഡ് മേക്കിംഗ് ഫ്രം റോ മെറ്റീരിയൽസ്. ഇത് സെയിം റോ മെറ്റീരിയൽസും തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ ക്വിസ് റെഡി കീ പോയിന്റ്സ് നോക്കാം. ഗ്ലാസ് ഈസ് അമോർഫസ്, നോട്ട് ക്രിസ്റ്റലൈൻ. നോ ഫിക്സ്ഡ് മെൽറ്റിംഗ് പോയിന്റ്, സോഫൻസ് ഗ്രാജുവലി. കാരണം എന്താ, ഇതൊരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിയർലി 1400 സെൽഷ്യസ് ആയിരിക്കും. പിന്നെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആയിരിക്കും, വിച്ച് ഇസ് ദ ഓൺലി വൺ ആസിഡ് ക്യാൻ ഡിസോൾവ് ഗ്ലാസിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. അത് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇനി ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഹീറ്റ് റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ലെഡ് ഗ്ലാസിന് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്റ്റിക്സിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലിൻറ്റ് ഗ്ലാസ്. ഇനി ഓപ്ഷനിൽ ഫ്ലിൻറ്റ് ഗ്ലാസ് ഉള്ളെങ്കിൽ അതാണ് നമ്മുടെ കണ്ണാടി അല്ലെങ്കിൽ കണ്ണട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ടെമ്പേർഡ് ഗ്ലാസ് ആണ് നമ്മൾ സേഫ്റ്റി ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. SiO2 മെയിൻ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഗ്ലാസ് ആണ് SiO2 അല്ലെങ്കിൽ സിലിക്ക. സോഡിയം കാർബണേറ്റ് ഉണ്ട്. ഇവിടുത്തെ ഫ്ലക്സ് സോഡിയം കാർബണേറ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന SiO2, അതായത് സോഡിയം കാർബണേറ്റ് നമ്മൾ റോ മെറ്റീരിയലിൽ പഠിച്ചായിരുന്നു. അടുത്തത് കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടുത്തെ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഗ്ലാസ് എച്ചിങ് എന്നൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ ഗ്ലാസിനെ കുറിച്ചും സിമെന്റിനെ കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഒരു ഫെർദർ അഡീഷൻ ഉണ്ട് ഇതിനകത്ത്, അത് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ കളേർഡ് ഗ്ലാസസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ കളേർഡ് ഗ്ലാസസിൻ്റെ ഒരു അഡീഷൻ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. കളേർഡ് ഗ്ലാസസ് ഏതൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് നമ്മൾക്ക് ഗ്ലാസ്സിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അയൺ ആണ്. അയൺ, ഫെറസ് സോൾട്ട്, ഫെറിക് സോൾട്ട്. അപ്പോൾ Fe2+ സോൾട്ട് ഉണ്ട്, Fe3+ സോൾട്ടും ഉണ്ട്. അതിനകത്ത് Fe2+ സോൾട്ട് ആണെങ്കിൽ Fe2+ സോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ FeCl2. അപ്പോൾ അതാണ് ഫെറസ് സോൾട്ട് ആണെങ്കിൽ അത് നൽകുന്ന കളർ എന്ന് പറയുന്നത് പച്ച കളറാണ്. പച്ച. ഓക്കെ, Fe2+ ആണെങ്കിൽ പച്ച കളറ്. Fe3+ അല്ലെങ്കിൽ ഫെറിക് ആണെങ്കിൽ ഇത് മഞ്ഞ കളറായിരിക്കും കൊടുക്കുന്നത്. മഞ്ഞ കളറ് Fe3+, അതായത് FeCl3 എന്ന് പറയും ഇപ്പോൾ സോൾട്ട് എന്ന് പറയുന്നത്. ഇനി കൊബാൾട്ട് ആണെങ്കിൽ, കൊബാൾട്ട് ലവണങ്ങളാണെങ്കിൽ കൊടുക്കുന്നത് നീല നിറമായിരിക്കും. കൊബാൾട്ട് നീല, ഫെറിക് മഞ്ഞ, ഫെറസ് പച്ച.
ഇനി മാംഗനീസ് ഡയോക്സൈഡ് ആണെങ്കിൽ നമുക്കറിയാം MnO2 KMnO2 ഏതാണ് കളറ്? പർപ്പിൾ കളറായിരിക്കും. അടുത്ത നമ്മുടെ നിക്കൽ സോൾട്ട് ആണെങ്കിൽ അത് റെഡ് കളറായിരിക്കും നൽകുന്നത്. ചുവപ്പ് നിറം നൽകുന്ന സോൾട്ട് എന്ന് പറയുന്നത് നിക്കൽ സോൾട്ടുകൾ നമുക്ക് ഗ്ലാസ്സിന് ചുവപ്പ് നിറം നൽകും. അതുപോലെ തന്നെ ചുവപ്പ് നിറം നൽകുന്ന മറ്റൊരു ഏജന്റ് ആണ് കുപ്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. കോപ്പറിന്റെ സോൾട്ടാണ് കുപ്രസ് ഓക്സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചുവപ്പ് കളർ തരും. കോപ്പറിന്റെ ഓക്സൈഡ്സും ചുവപ്പ് കളർ തരും. പിന്നെ കാഡ്മിയം സൾഫൈഡ് CDS2 ഐ തിങ്ക് CDS കാഡ്മിയം സൾഫൈഡ് തരുന്നത് മഞ്ഞ കളറാണ്. കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ മഞ്ഞ നിറം തരുന്ന മറ്റൊരാളാണ് യുറേനിയം ഓക്സൈഡ് മഞ്ഞ നിറമാണ് തരുന്നത്. യുറേനിയം ഓക്സൈഡ് മഞ്ഞ നിറമാണ് തരുന്നത്. അപ്പം നിക്കലിന്റെ സോൾട്ട് റെഡ് ആണ്, കുപ്രസ് ഓക്സൈഡ് റെഡ് ആണ്, CDS മഞ്ഞ, യുറേനിയം ഓക്സൈഡ് മഞ്ഞ, അതുപോലെ തന്നെ ഫെറിക് സോൾട്ടും മഞ്ഞ. അപ്പം മൂന്ന് മഞ്ഞ കളർ തരുന്ന ലവണങ്ങളാണ് ഫെറിക് സോൾട്ടും കാഡ്മിയം സൾഫൈഡും യുറേനിയം ഓക്സൈഡും. ഇനി വെള്ള നിറം തരുന്ന ഒരു ആളാണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത്. ക്രയോലൈറ്റ് ആണ് നമുക്ക് വെള്ള നിറം ഗ്ലാസ്സിന് തരുന്നത്. അപ്പോൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെറസ് സോൾട്ട് പച്ച കളർ തരും, ഫെറിക് സോൾട്ട് മഞ്ഞ നിറം തരും. മഞ്ഞ നിറം തരുന്ന മറ്റ് ഏജൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അത് കാഡ്മിയം സൾഫൈഡും യുറേനിയം ഓക്സൈഡുമാണ്. ഇനി കൊബാൾട്ട് ലവണങ്ങൾ നീല നിറം തരും, മാംഗനീസ് ഓക്സൈഡ് പർപ്പിൾ നിറം തരും. റെഡ് കളർ തരുന്ന രണ്ട് ഏജൻറ്റ്സ് ആണ് നിക്കൽ സോൾട്ടും കുപ്രസ് ഓക്സൈഡും. വൈറ്റ് കളർ ആണെങ്കിൽ ക്രയോലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു ആകെത്തുക. ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മാത്രം നിർത്തരുത്. ഇനി ഇഫ് യു ആർ ഗെറ്റിംഗ് എനഫ് റീഡിംഗ് മെറ്റീരിയൽ എങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് വായിച്ചേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ഇൻ അനദർ വീഡിയോ.